ഹലോ ഗായ്സ്, ഇന്ന് എല്ലാവർക്കും ഷാഹിദിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് 27 സെപ്റ്റംബർ 2024. ഈ ഡേറ്റ് ഞാൻ എടുത്തു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് മുതൽ ഞാനൊരു ഓഫർ സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സെയിൽ എന്താണെന്നും അതിന്റെ ഒരു ഡീറ്റെയിൽ എന്താണെന്നുള്ളത് തമ്പനയിലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി പറയുന്നതിന് മുമ്പ് എല്ലാത്തിലേക്കും കൂടുതൽ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് തന്നെ വരാം. ഇന്നിപ്പോ ബിഗ് ബില്യൺ ഡേയ്സ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഞാനും ഈ പ്രോഡക്റ്റ് എന്റെ പ്രോഡക്റ്റ് സെൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഞാൻ ഇന്നൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് 5000 രൂപ നമുക്ക് അപ്രണ്ട് ആയിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മുടെ FDയിൽ നിന്ന് നമുക്ക് തന്നെ കാർഡാക്കി ക്രെഡിറ്റ് കാർഡാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ കാർഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ അഡീഷണലി ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നത് 800 രൂപയാണ്. അതായത് 5000 രൂപയുടെ കാർഡ് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 800 രൂപ ഞാൻ എന്റെ ഡിസ്കൗണ്ട് എന്നുള്ളത് അത് ക്യാഷ് ബാക്ക് ആയിട്ടാണ് തരാം. സക്സസ്ഫുള്ളി വെൻ യുവർ കാർഡ് ഈസ് ഇൻ യുവർ ഹാൻഡ്, മൈ ക്യാഷ് ബാക്ക് വിൽ ബി വിത്തിൻ യുവർ അക്കൗണ്ട് ഓൾസോ. ഇനി ഞാൻ എന്റെ പ്രോഡക്റ്റിനെ പറ്റി ഒന്ന് പറയാം. ഈ പ്രോഡക്റ്റ് വരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസിന്റെ മാഗ്നറ്റ് എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. ഈ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് എടുക്കുന്നതിന് വേണ്ടി 5000 രൂപയാണ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരിക. ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന തുകയുടെ 90%, അതായത് 4500 രൂപ നമുക്ക് സ്പെൻഡിങ് ലിമിറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ 2500 രൂപ 50% നമുക്ക് ATM ത്രൂ വിഡ്രോ ചെയ്യാം. മറ്റ് ക്രെഡിറ്റ് കാർഡുകളെ പോലെ തന്നെ ATM ത്രൂ വിഡ്രോ ചെയ്യുമ്പോൾ അതിന് ഇത്തിരി ക്രെഡിറ്റ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു മീഡിയം തന്നെയാണ് ക്രെഡിറ്റ് കാർഡ്. അതിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈവൻ പേയ്മെന്റ് ഡ്യൂ ആയി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വന്നാൽ പോലും നമ്മുടെ FDയിൽ നിന്ന് നമ്മൾ എടുത്തത് കൊണ്ടിട്ട് നമ്മൾ ഫുള്ളി സെക്യൂർഡ് ആണ്. ഉദാഹരണം എന്നല്ല, ഈ കാർഡിന്റെ ഒരു ഗുണം ഞാൻ പറയാം. ഇപ്പൊ ഒരു 15,000-ൽ താഴെ സാലറി ഉള്ള ഒരാളാണെന്ന് സങ്കല്പിക്കുക, ഉദാഹരണം പറയുന്നതാണ്. അപ്പൊ അവര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു 100, 150, 200 രൂപയൊക്കെ വെച്ചിട്ട് അഡ്വാൻസ് വാങ്ങും ഒരു മാസത്തില്. അപ്പോ അവിടെയാണ് ഈ കാർഡ് ഹാൻഡി ആയിട്ട് വരിക. ഇപ്പൊ നമ്മള് 5000 രൂപയ്ക്ക് ഈ ഒരു കാർഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്രെഡിറ്റ് ലിമിറ്റ് 4500 രൂപയാണ്. ഇപ്പോ 5-ാം തീയതി നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുമ്പോൾ തന്നെ ഓൺലൈൻ ആയിട്ടാണ് പേയ്മെന്റ് കാര്യങ്ങൾ വരുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ കാർഡ് ഓൺലൈനിൽ നമുക്ക് അപ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫിസിക്കലി കാർഡ് നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ടാപ്പ് ആൻഡ് പേ, അതേപോലെ സ്വൈപ്പിംഗ്, ഇതെല്ലാം നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി എക്സ്പെൻസസിന് വേണ്ട ക്യാഷ് കാര്യങ്ങളെല്ലാം എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു ഹോട്ടലിലാണെന്നുണ്ടെങ്കിൽ അവിടെ പേടിഎം സ്വൈപ്പിംഗ് മെഷീൻ ഉണ്ട്, പമ്പിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെഷീൻ യൂസ് ചെയ്യാം. അപ്പോ എമർജൻസി സിറ്റുവേഷനിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലാത്ത സമയത്ത് വല്ല ഹോസ്പിറ്റൽ കേസ് ആണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 2500 രൂപ നമുക്ക് ATM-ൽ നിന്ന് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. അപ്പോ ഇതാണ് നമുക്ക് വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ കാർഡ് നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ തരുന്നു എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ 4500 രൂപ സ്പെൻഡ് ചെയ്യുന്നത് ഒരു മാസത്തെ ഇടവേളയിലാണ്. അതായത് സാലറിയുടെ ഇൻ ബിറ്റ്വീൻ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4500 രൂപയുടെ ലിമിറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് 1 മന്ത് കൂടുമ്പോഴാണ്. അപ്പോൾ ഓരോ മാസം ഇത്ര നമ്മൾ സ്പെൻഡ് ചെയ്തു, അതിന് ഇത്ര വന്നു. അപ്പൊ ഒരു മിനിമം എമൗണ്ട് ഡ്യൂ അടയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിൽ തരുന്നുണ്ട്. അപ്പോ നമുക്ക് ആ മിനിമം എമൗണ്ട് ഡ്യൂ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ലിമിറ്റ് നമുക്ക് ആ പഴയ ഇതിലോട്ട് തന്നെ റിസ്റ്റോർ ചെയ്തിട്ട് വീണ്ടും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ബില്ല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ് ടു 14-15 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഡ്യൂ എമൗണ്ട് അടച്ചു തീർത്താൽ മതി. അപ്പോ ഓർക്കണം, നോർമലി നമ്മൾ അഡ്വാൻസ് മേടിച്ചു, സാലറി കിട്ടി, അപ്പൊ തന്നെ അത് ബാലൻസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ 5000 രൂപ FD ആക്കുന്നു. ആ FD നമുക്ക് എടുക്കാവുന്ന രീതിയിൽ നമ്മൾ കാർഡാക്കി കയ്യിൽ സൂക്ഷിക്കുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ നമ്മളിത് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോ അടുത്ത മാസം സാലറി കിട്ടിക്കഴിഞ്ഞ് 15 ദിവസം കൂടി നമുക്ക് സമയമുണ്ട്. കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ നീക്കി വേറെ എന്തെങ്കിലും സൈഡ് ഹസിൽസോ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിയതിന് ശേഷം നമുക്ക് ഡ്യൂ എമൗണ്ട് അടച്ചാൽ മതി. അപ്പൊ ഇതൊരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് വളരെയധികം ഹാൻഡി ആയിട്ട് വരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് കൂടിയാണ്.
പിന്നെ ഈവൻ ഏറ്റവും കൂടുതൽ ഉപകാരത്തിൽ വരും ഇപ്പൊ സ്റ്റുഡൻസ് ആണെന്നിരിക്കട്ടെ, അവര് സൊമാറ്റോ ഒക്കെ പാർട്ട് ടൈം ആയിട്ട് ഓടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡ് ഏറ്റവും കൂടുതൽ ഗുണകരമാണ്. കാരണം ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് പഠിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞ FD എടുക്കാൻ പറ്റുന്ന കാർഡാണ് SBMന്റെ ഈ മാഗ്നറ്റ് എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ആ കാർഡ് എടുക്കുക, അത് യൂസ് ചെയ്ത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് സിബില് ഒരു തരത്തിലും ബാങ്കിൽ നിന്ന് കടമോ ഒന്നും തന്നെ എടുക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തു, അത് റീഫിൽ ചെയ്തു, അങ്ങനെ യൂസ് ചെയ്ത് പോരുമ്പോൾ 30% താഴെയാണ് ലിമിറ്റിൽ കാർഡ് ഹോൾഡർ അത് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ കയറിക്കൊണ്ടിരിക്കും. ഒരു 6 മാസം നമ്മൾ ഈ കാർഡ് അതിന് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ കയറുകയും ചെയ്യും. ഇനി ഇത് ഞാൻ കാർഡിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞതാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് വരാം. ഞാനൊരു ഓഫർ പറഞ്ഞു ഇനീഷ്യലി, അതായത് ഞാനൊരു 800 രൂപ ക്യാഷ് ബാക്ക് തരും എന്നുള്ളത്. ഈ 5000 രൂപയുടെ പ്രൊസീജിയർ അത് ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ സെല് ചെയ്യുന്ന എന്റെ പ്ലാറ്റ്ഫോം ത്രൂ, എന്റെ ലിങ്ക് ത്രൂ എടുക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യേണ്ട രീതി, കാര്യങ്ങൾ, അതിന്റെ ബ്രൗഷേഴ്സ്, കാര്യങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതിൽ നിങ്ങൾ ഒരു ഓൺലൈൻ ബാങ്കിങ് പ്രൊസീജിയർ ആണ്. അപ്പോൾ അത് ഞാൻ പരിചയപ്പെടുത്തുന്നു, ബാക്കി എല്ലാം നടക്കുന്നത് ബാങ്കുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ അതിലൊരു KYC വരും, മെയിൻലി ഒരു വീഡിയോ KYC ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഒരു ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം. ഇതിൽ മൊബൈൽ നിങ്ങളുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പറും ആയിരിക്കണം, ഡിവൈസ് നിങ്ങളുടെ ആയിരിക്കണം. ഈ ഡിവൈസിൽ ആയിരിക്കും SMS കാര്യങ്ങളും വീഡിയോ KYC ഒക്കെ വരുന്നത്. അപ്പൊ ഇത് ഹാൻഡി ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു പേപ്പറും പിന്നെ ഒരു പേന. കാരണം വേറെ ഒന്നല്ല, ഒതന്റിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിഗ്നേച്ചറും ആവശ്യമായിട്ട് വരും. അപ്പൊ ആ സിഗ്നേച്ചർ ഇടുന്നതും അതും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോ KYC സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മളൊരു ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്ന അതേ ലാഘവത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്ത് ആ KYC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 25 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് മെയിൽ വരും, നമ്മുടെ FD ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ആ FD ആക്ടിവേറ്റഡ് ആയതിനോടൊപ്പം തന്നെ പറയും നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ കമ്പനി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും, അതേപോലെ ഫിസിക്കൽ കാർഡ് ഡിസ്പാച്ച് ചെയ്യാനുള്ള ഡീറ്റെയിൽസും, അതിൽ ആ കാർഡിൽ എന്താണോ നെയിം അടിക്കേണ്ടത് ആ നെയിമും ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ അതും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം അതും കൂടെ നമുക്ക് മെസ്സേജ് ആയിട്ട് വരും. ആ ഒരു ഇപ്പൊ ജോയിൻ ചെയ്യുന്നത് 5-ാം തീയതി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 20-ാം തീയതി നമുക്ക് 20, 25 നിന്നുള്ള ആ ഒരു 15-16 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊറിയർ ആയിട്ട് തന്നെ നമ്മുടെ ഫിസിക്കൽ കാർഡ് കയ്യിൽ വരുന്നതാണ്. അപ്പൊ എനിക്ക് ലഭിച്ചത് ബ്ലൂ ഡാർട്ടിന്റെ കൊറിയർ സർവീസിൽ നിന്നാണ്. അതും നിയർലി ഒരു 15 ദിവസം എടുത്തു എനിക്ക് കാർഡ് കയ്യിൽ വരാനായിട്ട്. കാർഡ് കയ്യിലെടുത്തു, ഞാൻ സ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ അതിൽ 2100 രൂപ ഞാൻ ഈ ഒരു സമയം കൊണ്ട് തന്നെ സ്പെൻഡ് ചെയ്തു. കഴിഞ്ഞ 5/9/24 ഞാൻ കാർഡിന് അപ്ലൈ ചെയ്തത്. അന്ന് തന്നെ ഓൺലൈൻ ട്രാൻസാക്ഷൻ കിട്ടി. അപ്പൊ ഞാൻ എന്റെ പോഡ്കാസ്റ്റിങ്ങിന് വേണ്ട ട്രൈപോഡും എല്ലാം ഞാൻ കണക്ട് ചെയ്തായിരുന്നു. ഞാൻ ട്രൈപോഡ് വാങ്ങി, അതേപോലെ തന്നെ ഒരു മൈക്ക് ഓർഡർ ചെയ്തു. ആ മൈക്കാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. കാർഡ് ഇതാണ് കാർഡിന്റെ ഡീറ്റെയിൽസ് വന്നത്. പ്രോഡക്ട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസിന്റെ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോ ഇതിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണോ എന്നുള്ളത് വെച്ചാൽ പ്യൂർലി സേഫ് ആണ്, 100% സേഫ് ആണ്. RBI റെഗുലേറ്റഡ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കാർഡാണ്. അപ്പോ ഒരു തരത്തിലും നമ്മൾ ഒരു കൺഫ്യൂഷൻ ഒന്നും തന്നെ വിചാരിക്കേണ്ടതില്ല. ഓൺലൈനിൽ ട്രാൻസാക്ഷൻ ചെയ്തു നമുക്ക് നമ്മുടെ കയ്യിൽ കാർഡ് വരൂ ഇല്ലയോ എന്നുള്ളതൊന്നും പേടിക്കണ്ട, നമുക്ക് കയ്യിൽ കാർഡ് വരും. ഇതിന്റെ റിവ്യൂസ് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ അറിയാൻ പറ്റും. കാർഡ് എങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്, ഒപ്പം ഞാനും ചെയ്യുന്നു. അപ്പോ എന്റെ ഒരു ഓഫറാണത്. ഈ ഓഫർ 800 രൂപ ഈ കാർഡ് എടുക്കുന്ന എല്ലാവർക്കും പുതുതായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ മാഗ്നറ്റ് കാർഡ് ഇല്ല, അല്ല സെക്യൂർ ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുന്ന എല്ലാവർക്കും ഇനി മുതൽ ഈ ദിവസം മുതൽ അങ്ങോട്ട് എടുക്കുന്ന ഓരോരുത്തർക്കും 800 രൂപ അക്കൗണ്ട് ആക്ടിവേഷൻ കഴിഞ്ഞതിന് ശേഷം, ഇനി ഫിസിക്കൽ കാർഡ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കണം എന്നില്ല, അതിക്ക് മുന്നേ തന്നെ എനിക്കൊരു കൺഫർമേഷൻ വരും. എന്റെ ലിങ്ക് ത്രൂ ചെയ്യുന്ന എല്ലാ
സെയിലിന്റെ ഡീറ്റെയിൽസ് ആരാണ് ചെയ്തത് എന്നുള്ള കംപ്ലീറ്റ് റിപ്പോർട്ട് എനിക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ആ റിപ്പോർട്ട് ജനറേറ്റ് ആയി അതിൽ കംപ്ലീറ്റഡ് എന്നുള്ളത് കാണിക്കാനായിട്ട് എനിക്കൊരു 1 വീക്കാണ് ടൈം എടുക്കുക. ആ 1 വീക്ക് ടൈമിൽ കൺഫർമേഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പേയ്മെന്റ് നിങ്ങൾ പറയുന്ന മീഡിയയിലേക്ക് UPI ആയിട്ടാണോ എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ക്യാഷ് ബാക്ക് ഞാൻ ഡയറക്റ്റ് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോ ഇതാണ് എന്റെ ഓഫർ വരുന്നത്. അപ്പൊ എന്റെ വാട്സാപ്പ് നമ്പർ എന്റെ ഈ ചാനലിന്റെ അബൌട്ട് പേജിലുണ്ട്. അതില് 9388668571 എന്നുള്ള ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിന്റെ കാറ്റലോഗിൽ ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പ്രൊസീജിയേഴ്സ് നടത്തുക. അപ്പോൾ ഒപ്പം ലഭിക്കുന്നത് 5000 രൂപയാണ് നമുക്ക് FD വരുന്നത്. ആ 5000 രൂപയ്ക്ക് നമുക്ക് FDയുടെ കാർഡ് കിട്ടും, ബർത്തായിട്ടുള്ള കാർഡ് കിട്ടും. ഒപ്പം എൻ്റെ ഈ ഓഫർ 800 രൂപ അത് നിങ്ങൾക്ക് ഞാൻ ക്യാഷ് ബാക്ക് ആയിട്ട് തരുന്നതാണ് സക്സസ്ഫുൾ ആക്ടിവേഷൻ കഴിഞ്ഞതിന് ശേഷം. ആക്ടിവേഷൻ കഴിഞ്ഞതിന് ശേഷം സെയിൽ കംപ്ലീറ്റ് ആവുന്നതിന് ഒരു നിസ്സാര സമയം തന്നെ മതി. ഒരു എന്താ പറയാ, ഓൺലൈനിൽ അക്കൗണ്ട് തുടങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ ബാങ്ക് ആക്ടിവേറ്റ് ആക്കുന്നത് തന്നെ അത് സെയിൽ കംപ്ലീറ്റ് ആയി എന്നുള്ളതിന് ഉള്ളൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് എനിക്ക് ലഭിക്കുക. അപ്പൊ എനിക്ക് എന്റേതായ രീതിയിലുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ വരുന്നതിന് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈമിങ്ങിന്റെ ഒരു ഡിലേ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ എടുക്കുന്ന ഒരു കണ്ടീഷൻ ടേംസ് ആയിട്ട് വരുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇതെടുക്കാൻ ട്രൈ ചെയ്യുന്ന എല്ലാവരും എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് 9388668571 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേര്, നിങ്ങൾ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന ടൈമും കൂടി ഇട്ടിട്ട് നിങ്ങളുടെ ഫോൺ നമ്പറിൽ നിന്നാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്തിട്ടേക്കാം. അപ്പൊ അത് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോ ഇതാണ് ഇന്നത്തെ പ്രൊഡക്റ്റ് വരുന്നത്. എല്ലാവരും ബിഗ് ബില്യൺ അങ്ങനത്തെ ഒരു തിരക്കില് കാര്യങ്ങളിലൊക്കെ ആയിരിക്കാം. അപ്പൊ എൻ്റെ ഇത് വരുന്നത് ഒരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്യാന്നല്ല, ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ ഇപ്പോ ഞാൻ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ് സെല് ചെയ്യുന്നതിന്റെ ഇതിന്റെ ഉദ്ദേശം കൂടി പറയാം. ഇതൊരു 6 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കമ്പനീസ് വിൽ ഇവൻച്വലി ലുക്ക് ഇൻ ടു യുവർ ക്രെഡിറ്റ് സ്കോർ. ഇറ്റ് വിൽ ബിൽഡ് ക്രെഡിറ്റ് സ്കോർ ഇൻ എ സ്മോൾ വേ, but it will help you to grant such a higher credit credit limit offering companies. അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ കാർഡ് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അപ്പൊ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ക്രെഡിറ്റ് കാർഡിന്റെ ചാർജസും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊക്കെ ബില്ലിംഗ് സൈക്കിളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫുൾ യൂട്ടിലൈസേഷൻ നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യണം. ഒരുപാട് ബെനിഫിറ്റ്സ് ഈ കാർഡിലൂടെ ഉണ്ട്. പിന്നെ ATM നിന്ന് ക്യാഷ് വിട്ടുപോകുന്ന ടൈം മാത്രം നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് മുതൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ വരും. അതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇതൊരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ്. ഇനി ഇവൻ നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ 390 ദിവസത്തേക്കാണ് നമുക്ക് ഇതിന്റെ വാലിഡിറ്റി വരുന്നത്. ഈ കാർഡിന്റെ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ ഇട്ടാൽ പോലും 390 ദിവസം കഴിയുമ്പോൾ മെച്യൂർഡ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ഫണ്ട് റിട്ടേൺ വരുന്നതാണ്. അതും 6.6% ഇൻട്രസ്റ്റിലൂടെ. നമ്മൾ നോർമലി ഒരു ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു മിനിമം ബാലൻസ് 3000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് നമുക്ക് തരുന്നത് 3%. എന്നാലും ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാതിരുന്നെങ്കിൽ നമുക്ക് ബാങ്ക് തരുന്നത് 6.6% ഇങ്ങോട്ടാണ്. അപ്പോ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ആ രീതിക്കുണ്ട്. ഡെബിറ്റ് കാർഡിനേക്കാൾ കൂടുതൽ യൂസേജ് കിട്ടുന്ന, ഇങ്ങോട്ട് കാശ് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡാണ് ഈ സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഫണ്ട് 5000 രൂപ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ കയ്യിലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ 5000 രൂപ നിങ്ങൾ റെഡിയാക്കി വെക്കുക. അതേപോലെ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസും കയ്യിൽ എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തോളൂ. ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ എല്ലാ പ്രൊസീജിയേഴ്സും കഴിയും. വൺസ് ദ proceeding of the registration is started, it will take only 15 minutes to complete the entire process. ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മെയിൽ വരും, കൺഫർമേഷൻ വരും, നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങളുടെ കാർഡ് നമ്പർ ഡീറ്റെയിൽ അടക്കം ഓൺലൈനായിട്ട് ആക്റ്റീവ് ആയിട്ട് കാണിക്കുന്നതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ. എന്താണ് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇപ്പൊ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. എന്റെ ഓഫർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആവശ്യമുള്ളവർ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സാപ്പ് നമ്പറിലേക്ക് വോയിസ് അയക്കുക. ഇനി ഞാനിപ്പോ കറന്റ് ഒരു 10 to 8 എന്നുള്ള 10 to 8 എന്നുള്ള ഒരു ടൈമിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡേ ജോബ്.
അപ്പോൾ ആ ജോബ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡയറക്റ്റ് നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്ത് എനിക്ക് ഫ്രീ ആയിട്ട് ഇടപെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പൊ ആ സമയത്ത് 8 മണിക്ക് ശേഷം നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഗൈഡ് ചെയ്ത് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് തരാം. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ ഇപ്പൊ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 9 മണിക്ക് മുന്നേ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയവും ഞാൻ ഫ്രീ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഡീൽ ചെയ്ത് തരാം. എന്റെ എന്റെ രീതിയിൽ വേണ്ട സപ്പോർട്ട് കാര്യങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. എല്ലാം നിങ്ങൾ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. കാരണം ഈ ചാനലിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എന്റെ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ, അതായത് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കാരണം ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെനിക്ക് എന്റേതായ ബെനിഫിറ്റ്സ് മറ്റു രീതിയിൽ ഉണ്ടെങ്കിൽ പോലും ആസ് എ യൂട്യൂബർ എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് സബ്സ്ക്രൈബേഴ്സ് വേണം. നിങ്ങളാണ് വാല്യുബിൾ ആയിട്ട് ഉള്ള കസ്റ്റമേഴ്സ്, അതേപോലെ സബ്സ്ക്രൈബേഴ്സ്, എന്റെ ഫാമിലി മെമ്പേഴ്സ്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോടും സബ് ചെയ്യാന്ന് പറയാ, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഓക്കെ, എല്ലാവർക്കും നല്ല ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ നടക്കാണ്, നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് നോക്ക്, പർച്ചേസ് ചെയ്യുക, കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അപ്പൊ ഈ കാർഡിന്റെ കേസും നിങ്ങൾ മെമ്മറിയിൽ വെക്കുക. ഈ ഓഫർ എപ്പോഴും ഉണ്ട്, ഇത്ര ദിവസം എന്നല്ല, വൺ ടൈം. ആദ്യമായിട്ട് ഈ കാർഡ് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഈ ഓഫർ വാലിഡ് ആക്കിയിട്ടുള്ളതാണ്. 800 രൂപ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് തന്നെ തരും. ഓൺലൈൻ ആക്ടിവേഷൻ എനിക്ക് കൺഫർമേഷൻ എന്റെ ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. ആ സമയം തന്നെ നിങ്ങൾക്ക് ഞാൻ ഓഫർ ആയിട്ട് തരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഓക്കെ, സൈനിങ് ഓഫ്, ഷാഹിദ്.